നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്ത് ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ നിലകൊള്ളുകയാണ്. കുന്തു ഇന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ ഇൻദഹു മൈമൂനതു. ഞാൻ അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിൽ നിലകൊള്ളുകയാണ്. നബിയുടെ ചാരത്ത് അഥവാ ഞങ്ങളുടെ അടുക്കൽ മൈമൂന ബീവിയുമുണ്ട്. നബിയുടെ ഭാര്യയായ ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ ഉറക്കെ പറയും റളിയല്ലാഹു അൻഹ മഹദിവറുകൾ പറയുന്നു, ഞാനും നബിയുടെ മറ്റൊരു ഭാര്യയായ മൈമൂന ബീവിയും ഞങ്ങൾ രണ്ടുപേരും നബിയുടെ ചാരത്തിരിക്കുമ്പോ ഫഅഖ്ബല ഇബ്നു ഉമ്മി മക്തൂം, കണ്ണ് കാണാത്ത അന്ധനായ ഇബ്നു ഉമ്മി മക്തൂം റളിയല്ലാഹു അൻഹു ഞങ്ങളുടെ സവിധത്തിലേക്ക് കടന്നു വരുകയാണ്. فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ ഉടനെ ഭാര്യമാരോട് പറയുകയാണ്, യഹ്തജിബാ മിൻഹു. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളും ആ വരുന്നതാകുന്ന അന്ധനായ ഇബ്നു ഉമ്മി മക്തൂമിൽ നിന്ന് മറഞ്ഞു നിൽക്കണേ എന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി ഫഖുൽനാ. ഉമ്മു സലമ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഞങ്ങൾ രണ്ടുപേരും അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു പോയി, അലൈസ ഹുവ ആമാ ലാ യുബ്സിറുനാ വലാ യഅരിഫുനാ. അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ എന്തിനാണ് മറപിടിക്കേണ്ടത്? ഞങ്ങൾ എന്തിനാണ് അകത്തേക്ക് പോകേണ്ടത്? ആ കടന്നു വരുന്ന സഹാബിവര്യൻ അന്ധനല്ലേ, കണ്ണിന് കാഴ്ചയില്ലാത്ത വ്യക്തിയല്ലേ, അദ്ദേഹം ഒരു സഹാബിയല്ലേ, ഞങ്ങളെ തിരിച്ചറിയുകയില്ലല്ലോ. ഞങ്ങൾ ഈ സദസ്സിലിരുന്നത് കൊണ്ട് എന്താണ് പ്രശ്നം ഹബീബേ? അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോട് റസൂലുള്ള പറഞ്ഞു കൊടുക്കുകയാണ്, പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ടതാകുന്ന രക്ഷിതാക്കളെ, സ്വന്തം ശരീരത്തിന്റെ നഗ്നതകൾ പരപുരുഷന്മാർക്ക് പ്രദർശിപ്പിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ റസൂല് ഭാര്യമാരോട് ചോദിക്കുകയാണ്, അഫഅമ്യാവാനി അൻതുമാ. അല്ലയോ ഉമ്മു സലമ, മൈമൂന, നിങ്ങൾ രണ്ടാളുകളുടെ കണ്ണിന് അന്ധത ബാധിച്ചിട്ടുണ്ടോ? അലസ്തുമാ തുബ്സിറാനിഹി, നിങ്ങൾ രണ്ടുപേരും അദ്ദേഹത്തെ അങ്ങോട്ട് കാണുകയില്ലേ? അത് പാടില്ല, ഹറാമാണ്, നിഷിദ്ധമാണ്. കണ്ണിന് കാഴ്ചയില്ലാത്ത സഹാബിവര്യനാണ് വരുന്നത്. അദ്ദേഹം നിങ്ങളെ കാണില്ല, ശരി തന്നെയാണ്, പക്ഷെ നിങ്ങളുടെ കണ്ണിന് കാഴ്ചയുണ്ടല്ലോ, നിങ്ങൾ അങ്ങോട്ട് കാണുന്നില്ലേ? അത് ഹറാമാണ്, നിഷിദ്ധമാണ്. അതുകൊണ്ട് ആ അന്ധനായ സഹാബിവര്യൽ നിന്ന് അകത്തേക്ക് മറഞ്ഞു നിൽക്കണേ എന്ന് ഹബീബുനാ റസൂലുള്ളാഹി. പറയാൻ ചങ്കൂറ്റമുണ്ടോ രക്ഷിതാക്കളെ? ഇന്ന് യജമാനന്റെ മുന്നിലേക്ക് തൊഴിലാളിയുടെ ഭാര്യ വന്നുകൊണ്ട് കുലുങ്ങി വന്നുകൊണ്ട് അവന്റെ മുന്നിൽ വന്നുകൊണ്ട് ചായ സൽക്കാരം നടത്തുന്നില്ലേ? യജമാനന്റെ ഭാര്യ വന്നുകൊണ്ട് തൊഴിലാളിയുടെ ചാരത്ത് വന്നുകൊണ്ട് കൊഞ്ചു കൊഴിയുന്ന ലോകത്തേക്ക് ഈ ഉമ്മത്ത് എത്തിപ്പെട്ടില്ലേ? ലജ്ജ പോയി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാവരുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ കൊഞ്ചിക്കൊഴിഞ്ഞ് വർത്തമാനം പറയാം. മോമിനിന്റെ ശൈലിയല്ല, മോമിനത്തിന്റെ രീതിയുമല്ല. മറന്നു നിൽക്കണം. സ്വഹാബിയാണ്, അയാൾ ഒരിക്കലും തെറ്റ് ചെയ്യില്ല. ആ സ്വഹാബിയോട് ഇവരും തെറ്റ് ചെയ്യില്ല, നബിയുടെ ഭാര്യമാരാണ്. പക്ഷെ എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, മറന്നു നിൽക്കണം. ഭാര്യവറുകൾ പറയുന്നു, ഹിജാബിന്റെ ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് ഈ സംഭവം. മറപാലിക്കണം അന്യരെ തൊട്ട് എന്ന പരിശുദ്ധ ഖുർആൻ പറഞ്ഞതിന് ശേഷം അങ്ങനെ തന്നെയാണ് അവർ ജീവിച്ചത്. ആണ് വേണ്ടത്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അൻസാരി സ്ത്രീകൾ എത്ര മഹോന്നതരാണ്. കാരണം പരിശുദ്ധമായ ഖുർആനിൽ അന്യരെ തൊട്ട് മറപാലിക്കണമെന്നുള്ള ആയത്ത് വന്നപ്പോ അവരുടെ
കരിമ്പടം പരിപൂർണമായി വലിച്ചു കീറുകയാണ്. അവരുടെ കരിമ്പടത്തിന്റെ പിഴപ്പ് വലിച്ചു കീറുകയാണ്. എന്നിട്ട് അന്യരെ തൊട്ട് ശരീരം മറച്ചുകൊണ്ട് നടക്കുകയാണ്. അവരുടെ മുഖകമലം പോലും അന്യരെ തൊട്ട് അവർ മറച്ച് നടന്നു എന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ ബഹുമാനപ്പെട്ട മഹദിവറുകൾ അതുകൊണ്ട് തന്നെ ദുആ ചെയ്തു കൊടുക്കുകയാ. അൻസാരി സ്ത്രീകൾക്ക് അല്ലാഹു കരുണ ചൊരിയട്ടെ എന്ന് മഹദിയാകുന്ന ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. കാരണം എന്താ, മറപാലിക്കണമെന്ന് പറഞ്ഞപ്പോ കരിമ്പുടം കീറിയിട്ട് വേഗം തന്നെ വീടിന്റെ അകത്തേക്ക് പോയിട്ട് കരിമ്പുടം പോകുന്നതുകൊണ്ട് വേഗം ശരീരം മുഴുവൻ മറക്കുക. നമ്മളോ റാഹത്തായിട്ട് തുറന്നിടാൻ തുടങ്ങിയിട്ടുള്ളൂ. മുസ്ലിയാരെ കാണാൻ പോകുന്നുള്ളൂ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയൊക്കെ മറച്ചു വെക്കണോ എന്ന് ഖുർആൻ പറഞ്ഞത് ഒക്കെ തുറന്നിട്ട്. അതാണ് ഇന്നത്തെ ഫാഷൻ. ചെറുപ്പക്കാരെ കണ്ടില്ല, മുട്ടുപൊക്കലിനിടയിൽ മറക്കണമെന്നാ പറഞ്ഞത്. നോക്കുമ്പോ വെട്ടും കുത്തും റാത്തി ഫുള്ള് മൊത്തം കീറിയ സാധനം ഇട്ടുകൊണ്ട് പള്ളി വന്നിരിക്കുക. കഴിക്കുമ്പോൾ ഒരു ദുബറെല്ലാം വെളിയില്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. പുറകെ നിൽക്കുന്ന ഈമാൻ തെറ്റി എല്ലാം കാണാം, വെട്ടും കുത്തും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എവിടെയാണ് നമ്മുടെ ഉമ്മത്ത് പോയി നിൽക്കുന്നത്? എങ്ങനെ പറയാതിരിക്കും സഹോദരൻ? നിസ്കാരം ശരിയാണ്. എടാ മുട്ടുപൊക്കലുടെ ഔറത്താണെന്ന് പച്ച മലയാളത്തിൽ പഠിച്ചതാ നീ. മദ്രസയിൽ നിന്ന് പഠിച്ചത് ഏത് വെളിവില്ലാത്തതിന് വെളിവുള്ള വിഷയം. എന്നിട്ട് ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് ഈ പാൻറ്റും ധരിച്ചുകൊണ്ട് നടക്കാണ്. എങ്ങനെയെന്ന് ആലോചിച്ചു. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെയാണ് ഈ ഉമ്മത്തിനെ ഇനി നന്നാക്കുക? ഏതെല്ലാം രീതിയിൽ പറഞ്ഞാലാണ് ഇനി ശരിയാവുക? എവിടെയൊക്കെ നമ്മുടെ ഉമ്മത്ത് പോയി ലജ്ജ പോയി, അതാ വിഷയം. ഇതൊന്നൊരു പ്രശ്നമല്ലാതായി മാറി. ഔറത്ത് ഒഴിവാക്കിക്കൊണ്ട് നടക്കാണ്. എവിടേക്കാണ് നമ്മുടെ ഉമ്മമാര് പോകുന്നത്? എവിടേക്കാണ് നമ്മുടെ സഹോദരിമാര് പോകുന്നത്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, കുന്തു അദ്ഖുലു ബൈത്തല്ലദീ ദുഫിന ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വ അബീ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന മുത്തുനബി അടക്കം ചെയ്തിരിക്കുന്നതായ, എന്റെ വാപ്പയടക്കം ചെയ്തിരിക്കുന്നതായ എന്റെ സ്വന്തം വീട്ടിലേക്ക് ഞാൻ കടന്നു ചെല്ലാറുണ്ട്. ചിലപ്പോൾ ഞാൻ എന്റെ കണങ്കാല് വെളിവാക്കിക്കൊണ്ടാണ് ചെല്ലാറുള്ളത്. ചിലപ്പോൾ എന്നെ തലമുടി വെളിവാക്കിക്കൊണ്ടാണ് ഞാൻ അങ്ങോട്ട് കടന്നു ചെല്ലാറുള്ളത്. എന്നിട്ട് ഞാൻ എന്റെ മനസ്സിൽ തന്നെ പറയാം, ഇന്നമാ ഹുവ സൗജി വ അബീ. ഈ കടക്കുന്നത് കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാറി വിളിച്ചതായ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. അതെന്റെ ഭർത്താവാണ്. രണ്ടാമത്തേതോ ആ പ്രവാചകന്റെ പ്രിയപ്പെട്ട സന്തതസാരായ അബൂബക്കർ സിദ്ദീഖ് തങ്ങളാ. അതെന്റെ വാപ്പയാണ്. എന്റെ വാപ്പയുടെയും ഭർത്താവിന്റെയും മുന്നിൽ തലമുടി കാണിക്കുന്നത് എനിക്ക് തെറ്റില്ലല്ലോ. അതുകൊണ്ട് തന്നെ എന്റെ സ്വന്തം വീട്ടിൽ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിലല്ലേ ആരെ അടക്കിയിരിക്കുന്നത്? സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അബൂബക്കർ സിദ്ദീഖ് തങ്ങളെയും. അത് വാപ്പയാണ് അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ, ആയിഷ ബീവി. അതുകൊണ്ട് തന്നെ ആ വീട്ടിലൊക്കെ ഞാൻ ചെല്ലുമ്പോ ചിലപ്പോൾ ഞാൻ തലമറച്ചിട്ടുണ്ടാവൂല. ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസാണ്, ആർക്കും നിഷേധിക്കാൻ പറ്റൂല. അവര് പറയാണ്, കാരണം സ്വന്തം വീടാണ്. ഒന്ന് ഭർത്താവാണ്. ഭർത്താവിന്റെ മുന്നിൽ ഒരു പെണ്ണിന് ശരീരം മുഴുവൻ കാണിക്കൽ അനുവദനീയമാണ്. ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും കാണിക്കൽ അനുവദനീയമാണ്. വാപ്പയാണ് രണ്ടാമത്തത്. വാപ്പയുടെ മുന്നിൽ ഉറപ്പായിട്ടും തല കാണിക്കാം, യാതൊരു പ്രശ്നമല്ല. അപ്പൊ തലമുടി പലപ്പോഴും കാണും, ചിലപ്പോൾ കണങ്കാലിന്റെ ഭാഗം വെളിവാകും. അങ്ങനെയൊക്കെ ഞാൻ അതിലെ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്യും. പക്ഷേ ഒരു പറയാണ്, ഒരു സംഭവം ഉണ്ടായി. മൂന്നാമതൊരാൾ അവിടേക്ക് പ്രവേശിച്ചു. ആരാണത്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മാഷാ അല്ലാഹ്, എന്റെ പേരെന്താ? ഫഹദ് രാജാവ്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. നല്ല പേരാണ്, അല്ലാഹു കബൂലാക്കട്ടെ. കഅബാലയം അവസാനമായി പുതുക്കി പണിതത് അവസാനത്തെ വ്യക്തി ആരാ? ഫഹദ് രാജാവ്. മരണപ്പെട്ടു പോയി. അല്ലാഹു അദ്ദേഹത്തിന്റെ ദർജ ഉയർത്തട്ടെ. മനസ്സിലായില്ലേ? ആ കൂലി എല്ലാവർക്കും അല്ലാഹു നസീബാക്കട്ടെ. നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. നമ്മുടെ മക്കളെ എല്ലാം അല്ലാഹു സാലിഹീങ്ങൾ ഉൾപ്പെടുത്തട്ടെ.
അപ്പൊ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിന്നെ അടുത്ത് അവിടെ അടക്കം ചെയ്യപ്പെടുന്നത്. അപ്പൊ എന്താ സംഭവിച്ചത്? മഹദിവർകൾ പറയുന്നത് കേട്ടോ, ഹദീസാണ് കേട്ടോ, ഹദീസ്. ഫലമ്മാ തുഫിന ഉമർ, മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂ ലുഅലത്ത് എന്ന മജൂസിയുടെ കുത്തേറ്റുകൊണ്ട് സുഖമില്ലാതെ 3 ദിവസം വീടിനകത്തലങ്ങളിൽ കഴിയുമ്പോ മദീനയെ വെച്ചുകൊണ്ട് എന്റെ അടുക്കലേക്ക് ആളെ വിടുകയാണ്, ദൂതനെ വിടുകയാണ്. ആയിഷ, 2 അവസ്ഥ എന്റെ മുന്നിലുണ്ട്. നീ അനുവദിച്ചാൽ എനിക്ക് എന്റെ പ്രവാചകന്റെ ചൂരത്തുനിന്ന് ചാരത്തൊന്നടങ്ങാം. നീ അനുവദിച്ചിട്ടില്ല എങ്കിൽ ആയിഷ, നിനക്ക് വേണ്ടി നീ സ്വന്തം ശരീരത്തിന് വേണ്ടി മാറ്റിവെച്ചതാകുന്ന ആ പുണ്യഭൂമി പാവപ്പെട്ട ഉമറിന് നൽകിയിട്ടില്ല എങ്കിൽ ജന്നത്തുൽ ബഖീൽ കൊണ്ടുപോയി അടക്കാം ആയിഷ. ഈ 2 അവസ്ഥയും പറഞ്ഞുകൊണ്ട് ദൂതൻ സമീപിക്കുമ്പോ ശത്രുവിന്റെ കുത്തേറ്റുകൊണ്ട് ഈമാനിന്റെ കറകളെന്ന് വ്യക്തിയാണ് എന്ന പ്രവാചകർ ജീവിച്ചിരുന്നപ്പോ അടയാളപ്പെടുത്തിയതായ മഹാനാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്രായേലിന്റെ കൗസരന്റെ ഉറപ്പിച്ചതായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അവിടുന്ന് വഫാത്താകുന്ന സമയത്ത് എന്റെ അടുക്കൽ ചോദിച്ചപ്പോ ഞാൻ അനുവാദം കൊടുത്തുപോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നു, എന്റെ സ്വന്തം ശരീരത്തിന് വേണ്ടി ഞാൻ മാറ്റിവെച്ചതാകുന്ന സ്ഥലമാണ് പുന്നാര ഹബീബിന്റെ ചാരത്തടങ്ങുക എന്നുള്ളത് എന്റെ വല്ലാത്ത ആഗ്രഹമായിരുന്നു. പക്ഷേ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഒരു സിറ്റുവേഷനിൽ ആളെ വിട്ടുകൊണ്ട് അദ്ദേഹം ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കാതിരിക്കാൻ സാധിച്ചില്ല. ഞാൻ അദ്ദേഹത്തിന് വേണ്ടി ആ സ്ഥലം വഴിമാറി കൊടുക്കുമെന്ന് മഹദിയാകുന്ന ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. മഹാനാകുന്ന സുഹൈബ് റൂമി റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിൽ വലിയ ജനാസ നമസ്കാരം നടക്കുകയാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മയ്യിത്ത് നമസ്കാരത്തിന് ലക്ഷക്കണക്കിന് സഹാബത്ത് വന്നുകൊണ്ട് നിറയുകയാണ്. മദീനയിലൂടെ ജനങ്ങൾ വന്നുകൊണ്ട് വിടുകയാണ്. ആളുകൾ വന്നുകൊണ്ട് മയ്യിത്ത് നമസ്കാരം നിർവഹിച്ചു. ആ ഖബർ കൊണ്ടുവന്ന് റസൂലുള്ളാഹിയുടെ ചാരത്ത് കൊണ്ടുവന്ന് മയ്യിത്ത് കൊണ്ടുവന്ന് വെക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്ത് കൊണ്ടുവന്ന് അടക്കം ചെയ്യപ്പെടുകയാണ്. മഹദിയാകുന്ന ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഈ ലോകത്തിന്റെ തമ്പുരാനായ ജഗന്നിയന്താവായ പരിപാലകനായ സർവേശ്വരനായ സർവാധിപതിയായ സർവലോക ശക്തിത്തിന് സംഹാരകർത്താവായ ഈ ലോകത്തുള്ള സർവ്വജീവജാലങ്ങൾക്ക് ആഹാരം നൽകുന്നവനായ കിഴക്കൻ ചക്രവാളങ്ങൾ സൂര്യന്റെ പ്രഭ വരുമ്പോ വടവൃക്ഷങ്ങളിലെ കളകൂചനങ്ങൾ മുഴിച്ചുകൊണ്ട് വിദൂരങ്ങളിലേക്ക് പറന്നകന്നു പോകുന്ന പക്ഷിപ്പറവാദികൾക്ക് മുൻ ചിന്താഗതിയില്ലാതെ ഭക്ഷണം നിശ്ചയിച്ച റാസിയായ അല്ലാഹ് ആർത്തിരന്നു വരുന്ന കടലിന്റെ അഗാധമാകുന്ന കരുത്തത്തിലൂടെ ഊണിയെത്തി തുടിക്കുന്നതായ ഭീമാകാരനായ തിമിംഗലം മുതൽ അതിസൂക്ഷ്മദർശിനികൾ കൊണ്ടുപോലും കാണാൻ സാധിക്കാത്ത അതിസൂക്ഷ്മങ്ങളായ അണുക്കളെ ശ്രദ്ധിക്കുകയും അവകളെ സംരക്ഷിക്കുകയും അവകൾക്ക് വേണ്ട വിധത്തിൽ ആഹാരം കൊടുക്കുകയും ചെയ്യുന്ന അല്ലാഹുവിനെ തന്നെ സത്യം ചെയ്തുകൊണ്ട് ഈ പാവപ്പെട്ട ആയിഷ പറയട്ടെ, എന്റെ ശരീരത്തിന്റെ ഒരു രോമം പോലും പുറത്ത് കാണാത്ത വിധത്തിലാണ് പിന്നീട് ഞാൻ ആ വീട്ടിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുള്ളത്. കാരണം എന്താണെന്നറിയുമോ? ബഹുമാനപ്പെട്ട ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അടിവരയിട്ടുകൊണ്ട് പറയുകയാണ്, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടുള്ള എന്റെ ലജ്ജയാണ് എന്റെ കാരണമെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ ഈമാ പള്ളിയിലേക്ക് ഏർവാടിയിലേക്ക് ആനന്ദോടൊപ്പം ചെയ്തിരിക്കുന്ന ഉദാഹരണ തങ്ങളുടെ ചാരത്തേക്ക് കടുവാ മഖാമിലേക്ക് പോകുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരിമാരെ, ശരീരത്തിന്റെ നഗ്നത മറക്കാതെയാണ് ഔലിയാക്കളുടെ ചാരത്തേക്ക് പോകുന്നത് എങ്കിൽ നിങ്ങൾക്ക് പൊരുത്തമല്ല കേട്ടോ, നിങ്ങൾക്ക് ലഭിക്കുമേ. ഇത് പഠിപ്പിച്ചത് ഞാനല്ല, സിയാറത്തിന്റെ സർവ്വ ആദാബുകളും പഠിപ്പിച്ചത് ബീവി ആയിഷ.
എന്റെ ഭർത്താവാകുന്ന മുത്തുനബിയും എന്റെ വാപ്പയാകുന്ന അബൂബക്കർ തങ്ങളെ അടക്കം ചെയ്തിരിക്കുന്ന എന്റെ സ്വന്തം വീട്ടിൽ ചെല്ലുമ്പോ എന്റെ കുടുംബമാണെന്ന് തിരിച്ചറിഞ്ഞ് ചിലപ്പോൾ കാലം മറക്കാതെ പോയിട്ടുണ്ട്. പക്ഷേ മഹതിയാകുന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ അടക്കം ചെയ്തതിന് ശേഷം ഞാൻ അവിടേക്ക് ചെല്ലുമ്പോഴൊക്കെ ശരീരം മുഴുവനും മറച്ചിട്ടാണ് പോകാറുള്ളത്. ഹയാഅൻ മിൻ ഉമറ, ഹയാഅൻ മിൻ ഉമറ. ഉമർ റളിയല്ലാഹു അൻഹുവിനോടുള്ള എന്റെ ലജ്ജയാണ് അതിന്റെ കാരണമെന്ന് ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇന്ന് നമുക്ക് ആ ലജ്ജയാണ് നഷ്ടപ്പെട്ടത്. അതെന്റെ വിഷയം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇന്നാ ലജ്ജ പോയി എല്ലാവരും അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഇതാണ് അവസ്ഥ. ആയിപ്പോയി. എല്ലാവർക്കും അങ്ങനെ ആയിപ്പോയി. എല്ലാവരും അങ്ങനെ അല്ലേ നിക്കാഹ് നടക്കുമ്പോ പള്ളിയിലെ മുസ്ലിയാര് വരുന്നതിന് മുമ്പ് പെണ്ണുങ്ങൾ അവല് സോഫിൽ ഓഡിറ്റോറിയത്തിൽ വേണമെന്നാ പറയും. ഓഡിറ്റോറിയത്തിൽ നിന്ന് മാറ് താത്താന്ന് പറഞ്ഞ ഇങ്ങോട്ട് മാറി ഓടിക്കും. നീ ഏതാ ചോദിക്കുന്നത്? അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. അല്ലൊരു മാറും കട്ടിക്കടിച്ചാൽ അനങ്ങത്തില്ല. പിന്നെ മാറണമെങ്കിൽ ബെല്ല് കൊടുക്കണം. ഫുഡ് റെഡിയായത് ഒരൊറ്റ ഇടിയാണ് അങ്ങോട്ട്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കും. പിന്നെ ആ വഴിക്ക് പോകരുത്. അപ്പൊ ഇവിടുന്ന് സീറ്റൊക്കെ കാലിയാവും. 2 മിനിറ്റ് കഴിയുമ്പോൾ ഐസ്ക്രീം തോണ്ടി റോഡിരിക്കുന്നതാണ്. എന്താണ് അവസ്ഥ? അങ്ങോട്ട് പള്ളിയിൽ ഉസ്താദിനെ കൊണ്ടുപോകുന്നത് ബെൻസിനകത്ത്, തിരിച്ചു കുതിരവണ്ടിക്കകത്ത്. സാർ റോഡിൽ ഇറങ്ങിക്കുക, വണ്ടിയില്ല. എന്താണ് അവസ്ഥ? അങ്ങോട്ട് ചെറുക്കന്റെ കൂടെ വണ്ടിക്കകത്ത് ഫ്രണ്ട് അവല് വക്കത്തിൽ അവിടെ എത്തുക. തിരിച്ചു പോകുമ്പോൾ മുസ്ലിയാര് ഭക്ഷണം കഴിച്ചു. അയാള് പോയോ ഇല്ലയോ? വിറക് വരയുടെ അതിലേക്കൂടെ പോകുന്നു ഒരു ഹത്തീബ്. ഞാൻ ചോദിച്ചാൽ പറയാ കഴിക്കാനുള്ള വഴി നോക്കുകയാണ്. കാരണം ഫ്രണ്ടിൽ ഇടിയ. അപ്പൊ വിറക് വരെ പുറകെ പാചകപ്പരയാണ്. അതിന്റെ പുറകെ കൂടെ പോവാം ഒരു കറങ്ങി. പാവം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കണം. ആലോചിച്ചു തിരിച്ചു പോകാൻ വണ്ടിയില്ല. റോഡിൽ ഇറങ്ങി നിന്നിട്ട് കൈ കാണിക്കാൻ ഏതെങ്കിലും സ്കൂട്ടറിനകത്ത് അങ്ങോട്ട് ഇറക്കണേ. ഊറിനോടെ എത്തിയില്ലെങ്കിൽ ജോലിയും പോകും. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. എങ്ങനെയാണ് നമ്മുടെയൊക്കെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് നിങ്ങൾ. ശരിയല്ലേ പറയുന്നത്? ലജ്ജ പോയി. ഈ സമൂഹത്തിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് കല്യാണം നടത്താൻ പെണ്ണുങ്ങൾ തന്നെ വാശി പിടിക്കാൻ ഭർത്താവിനോട്. എന്താ കാരണം? എന്താണ് പള്ളി നടക്കുന്നത് ഞങ്ങൾക്ക് അറിയുന്നില്ലല്ലോ, ഞങ്ങൾ കാണുന്നില്ലല്ലോ. അപ്പൊ നിക്കാഹ് ഞങ്ങൾക്ക് കാണണം, മോടെ കല്യാണം കാണണം എന്ന് പറയാം. ആലോചിച്ചു. എന്നിട്ട് ഭയങ്കര കാണല. ഇവിടെ വന്നു കഴിയുമ്പോൾ ഇവിടെ ഇവര് ഇങ്ങനെ സോറ പറഞ്ഞുകൊണ്ടിരിക്കും. പണ്ട് കല്യാണമൊക്കെ എന്ന് പറഞ്ഞാൽ വല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്ന ഇടമായിരുന്നു. ഇന്നിപ്പോ ഉടുപ്പ് കാണിക്കാൻ പോവാൻ, ഡ്രസ്സ് കാണിക്കാൻ പോവാൻ. ഞാൻ കഴിഞ്ഞ ആഴ്ച കൊണ്ടോട്ട് വന്നതല്ല. നീ ശരിക്കും നോക്കടി, തുറച്ചു നോക്ക്. മറ്റേത് ഇളം പച്ച, ഇത് കടും പച്ച. എല്ലാ ഐറ്റവും ഇങ്ങനെ, എല്ലാ ഓരോ കല്യാണത്തിന് വെറൈറ്റി ഡ്രസ്സുകളാ. ഇതിങ്ങനെ കാണിച്ച് ഇതിന്റെ മൊഞ്ച് കാണിക്കുക. അതുകൊണ്ടാണല്ലോ ഒരു കല്യാണം കഴിഞ്ഞ് ആ കല്യാണത്തിന് അടുത്തൊരു പാർട്ടി വരുമ്പോ ഭർത്താവിനോട് നിർബന്ധം വെക്കുക, എന്ത് ഡ്രസ്സ് വേറെ വേണോ? അടച്ചവനെ ഉപരാകെ ആകെ ശമ്പളം 10,000 രൂപ. ഇനി ഇതിന്റെ പുറകെ പോകാൻ എങ്ങനെ? അവസാനം ഓഫർ വരാൻ കാത്തിരിക്കുക. 3 എടുത്താൽ പല 150 രൂപ ഉണ്ടെങ്കിൽ അങ്ങനെയുള്ള കളത്തിൽ കയറുക എന്നുള്ളതല്ലാതെ രക്ഷയില്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്താണ് നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ചു നോക്കി. നബിതങ്ങൾ പറഞ്ഞ എല്ലാ തെമ്മാടിത്തരങ്ങളും ഈ ലോകം കണ്ടുപോയി. വ്യഭിചാരം അധികരിക്കും, വ്യഭിചാരത്തോടെയുള്ള സന്താനങ്ങൾ അധികരിക്കും, കള്ളുകുടി അധികരിക്കും, അധികരിച്ചില്ലേ? എല്ലാം അധികരിച്ചുകൊണ്ടിരിക്കും. എന്താണ് ഹർജ് എന്ന് പറഞ്ഞാൽ നബിതങ്ങൾ പറഞ്ഞു അൽ ഖത്ലു കൊലപാതകം അധികരിച്ചു. قال رسول الله صلى الله عليه وسلم നബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആതങ്ങൾ ഉറപ്പെടുത്തുകയാണ് ഇജ്തനിബൂ അസ്ബഅൽ മൂബിഖാത്ത്. നാശങ്ങളിലേക്ക് എത്തുന്ന സർവനാശികളായ 7 വൻ പാപങ്ങളെ സൂക്ഷിക്കണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഖാലൂ വമാ ഹുന്ന യാ റസൂലല്ലാഹ്. സ്വഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിക്കുകയാ 7 വൻ പാപങ്ങൾ ഏതൊക്കെയാണ് ഹബീബേ?
അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, പഠിപ്പിക്കുകയാണ്. ശബ്ദം കേൾക്കുന്ന മുസ്ലിം സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വരാതെ ശ്രദ്ധിക്കേണ്ട പാപങ്ങളാണ്. 7 വൻപാപങ്ങളുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ സർവനാശകാരികളായ ഈ 7 വൻപാപങ്ങളെ സൂക്ഷിക്കണേ. ഒന്നാമത്തത് അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, അശ്ശിർകു ബില്ലാഹ്. അല്ലാഹു അല്ലാത്തതാകുന്ന ആളുകളെ ആരാധ്യ വസ്തുക്കളാക്കലാണ്. കല്ലിനെ ആരാധിക്കുന്നവരില്ലേ, ഉള്ളിനെ ആരാധിക്കുന്നവരില്ലേ, ആരാധ്യരായി ദൈവങ്ങളുടെ പിറകെ കൂടുന്ന മനുഷ്യരില്ലേ, ആഖിറം നഷ്ടമാണ്, നഷ്ടമാണ്. അശ്ശിർകു ബില്ലാഹ്, ശിർക്ക് ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വലിയ പാതകമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ശരിക്കും മനസ്സിലാക്കണം. ആൾദൈവങ്ങളിൽ നിന്ന് കൂടിപ്പോയി അവരുടെ പിറകെ പോകുന്ന ആളുകൾ, അവരുടെ കാല് തൊട്ട് വണങ്ങുന്നവർ, പാലഭിഷേകം നടത്തുന്നവർ, കാല് കഴുകി കുടിക്കുന്നവർ നമ്മൾ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൂടെ. എവിടെയാണ് ലോകം എത്തുന്നത്? അല്ലാഹു നമ്മളെ കാക്കട്ടെ. അപ്പൊ ഔലിയാക്കളെ നിങ്ങൾ ആരാധിക്കുന്നില്ല, ഔലിയാക്കളെ നമ്മൾ ആരാധിക്കുന്നില്ല, ആദരിക്കുന്നേ ഉള്ളൂ. ആരെങ്കിലും ആരാധിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കണം അഹ്ലുസ് സുന്ന. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. അതുകൊണ്ടാണല്ലോ കബറിങ്കൽ പോയി സുജൂദ് ചെയ്യുമ്പോ ഉസ്താദുമാർ പറയും, പാടില്ല മോനെ, ചെയ്യരുത്. സുജൂദ് ആരോടുള്ളൂ? അല്ലാഹുവിനോട്. സുജൂദ് ചെയ്യാൻ പാടില്ല, പ്രത്യേകം ശ്രദ്ധിക്കണം. ഉസ്താദ് അവിടെ ഏർവാടിയിലല്ലേ അജ്മീർ അവിടെ സുജൂദ് ചെയ്യുന്നുണ്ടോ? പാടില്ല. അവര് ചെയ്യിക്കുന്നുണ്ടെങ്കിൽ തെറ്റാണത്. അവർക്ക്, അതാ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അവർക്ക് നമ്മുടെ അത്രയും മദ്രസ വിദ്യാഭ്യാസം ഇല്ലല്ലോ. അതുകൊണ്ട് അവരിൽപ്പെട്ട അറിവില്ലാത്ത ആളുകൾ അവിടെ പോയി ചെയ്യുന്നത് കണ്ടിട്ട് മുസ്ലിമീങ്ങൾ മൊത്തം കുബൂരികളാണ്, അവന്മാരെല്ലാവരും ഇങ്ങനത്തെ അഹിരികാരാണെന്ന് പറയരുത്. നമ്മൾ ഔലിയാക്കളെ, അമ്പിയാക്കളെ, മഹാന്മാരെ ആദരിക്കുകയാണ്, ബഹുമാനിക്കുകയാണ്. ആദരവും ബഹുമാനവും വെച്ച് പുലർത്തുകയാണ്. അത് ഇസ്ലാമിന്റെ ബേസിക്കാണ്. അല്ലാഹു ബഹുമാനിച്ചവരെ ബഹുമാനിക്കുക, അല്ലാഹു നിന്ദിച്ചവരെ നിന്ദിക്കുക. അത് ഇസ്ലാമിന്റെ ബേസിക്കാണ്, അടിസ്ഥാനമാണ്. അവനാണല്ലോ ബദരീങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നത്, ആദരിക്കുന്നത്. അവരുടെ നാമങ്ങൾ ഉച്ചരിച്ചുകൊണ്ട് നമ്മളൊക്കെ ഉന്നതമായ പദവി ആഗ്രഹിക്കുന്നത്. മഹത്തുക്കളാകുന്ന ഔലിയാക്കളുടെ വിലായത്തിന്റെ പദവിയിലേക്ക് എത്തിയ ആളുകൾ മുഴുവനും അവരാ പദവിയിലേക്ക് എത്തിയിട്ടില്ല. മഹത്തുക്കളാകുന്ന ബദരീങ്ങളുടെ നാമങ്ങൾ ഉച്ചരിക്കാതെ എന്ന് ബദർ മൗലിദിൽ തന്നെ കൃത്യമായി അടയാളപ്പെടുത്തി വെച്ചിരിക്കുക. ബദരീങ്ങളെ കൊണ്ട് തവസ്സുലാക്കാതെ ഒരിക്കലും വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തൂല. കാരണം ബദരീങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്നലെ കേൾത്ത മഴയ്ക്ക് പൊങ്ങി വന്നവരല്ല. അവരില്ല എങ്കിൽ ഈ ദീനില്ല. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. നിക്കട്ടെ, അതവിടെ പറയാം. ആരാണ് ബദരീങ്ങൾ പറഞ്ഞുതരാൻ ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. സമയണ്ട, 10 മിനിറ്റ് കൂടി ഇരിക്കൂലേ? ധൃതിയുള്ളവരുണ്ടോ? കൈ ഉയർത്തിക്ക്. അധികം കൈ ഇല്ല. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ഇവിടെ ശ്രദ്ധിക്കും. പെട്ടെന്ന് വിടാം, 10 മിനിറ്റ് കൂടി. എന്തായാലും നമ്മൾ ഇത്രയും വന്ന് പറയുന്നതല്ലേ. 4 ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് ഇരിക്കും. അല്ലാഹു നമുക്ക് നാഫിയ ഇൽമ നൽകട്ടെ. അപ്പൊ ഒന്നാമത്തത് ശിർക്കാണ്. ശിർക്ക് പറഞ്ഞല്ലോ, അല്ലാഹു അല്ലാത്തതിനെ ആരാധിക്കാം. കല്ലാകട്ടെ, മുള്ളാവട്ടെ, മനുഷ്യരാകട്ടെ, അല്ലാഹു അല്ലാത്തതിനെ ആരാധിച്ചാൽ അപകടമാണ്. അപ്പൊ പറയലുണ്ടല്ലോ, ചില ആളുകൾ വന്നിട്ട് പറയും, ഞാൻ നിങ്ങളുടെ ഫാൻസാണ്, സാറിന്റെ പ്രസംഗമൊക്കെ കേൾക്കും, വലിയ ഫാൻസാണ്. അത് പറയാൻ പാടില്ല. ഫാൻസ് എന്ന് പറഞ്ഞ ആ അർത്ഥം തന്നെ, അതിന്റെ അർത്ഥത്തിലും എത്തി നിൽക്കുന്നത് മുർത്തദാഗത പദവിയിലേക്കാണ് എത്തുക. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഈമാൻ തെറ്റിപ്പോ. കാരണം നിങ്ങളെ ഞാൻ ആരാധിക്കുന്നു എന്നാ പറഞ്ഞത്, നിങ്ങളുടെ ആരാധകരിൽപ്പെട്ട ആളാണ്. ഞാൻ സച്ചിൻ ടെണ്ടുൽക്കറുടെ ആരാധകനാണ്, എന്റെ ആരാധകൻ മെസ്സിയാണ്, ഞാൻ റൊണാൾഡോയുടെ ആളാണ് എന്നൊക്കെ പറയുന്ന പിള്ളേരുണ്ട്. വളരെ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ ഞാൻ ഇന്ന സിനിമാ നടന്റെ ഫാൻസിൽപ്പെട്ട ഇന്ന സിനിമാ നടിയാണ് നമ്മുടെ ആള് എന്നൊക്കെ പറയുന്നവരുണ്ട്. അപകടമാണ്. ആ വാക്കുകൊണ്ട് തന്നെ ചിലപ്പോൾ വലിയ അപകടത്തിലേക്ക് എത്തിച്ചേരും. ചില വിഷയങ്ങൾ അങ്ങനെയാണ്, കരുതണമെന്നില്ല. ചില വാക്കുകൾ കൊണ്ട് നമ്മൾ മുർത്തദായി പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. വളരെ ശ്രദ്ധിക്കണം. അതുകൊണ്ട് അത്തരത്തിലുള്ള വചനങ്ങൾ തന്നെ ശ്രദ്ധിക്കണം. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, രണ്ടാമത്തേത് മരണമാണ്. കൂടോത്രം ചെയ്യുന്ന പരിപാടി. അല്ലാഹ് ഇന്നിപ്പോ ഇഷ്ടം പോലെ ഉണ്ട്. സ്വന്തം സഹോദരൻ നശിച്ചു കാണാൻ വേണ്ടി കുടുംബങ്ങൾ തന്നെ, സഹോദരങ്ങൾ തന്നെ അങ്ങോട്ട് പാരവണി പല നിലയ്ക്ക്. രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോ വീടിന്റെ അവിടെ ഒരു കുഴി തുറന്നു നോക്കുമ്പോൾ അതിനകത്തൊരു തവളക്കുഞ്ഞ്, അതിനകത്ത് വായിക്കാത്ത 2 മുട്ടയും വെച്ചോണ്ട് ചത്ത വലിയൊക്കെ അതിനകത്ത് കിട്ടുക. പിന്നെ ആകെ വെപ്രാളായി, ബഹളമായി.
വാഴയ്ക്കകത്ത് നിന്ന് കിട്ടുകയാണ് പല ഐറ്റം, പല തകിടുകൾ, മുടിയിടകൾ കൊണ്ടുവന്ന് കെട്ടിയിട്ട്. സിഹർ വലിയ വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. അതുകൊണ്ടാണല്ലോ എപ്പോഴും ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് എപ്പോഴും ഓതിയിട്ട് കയ്യിലിങ്ങനെ ഊതണം. ഇശ്ഫീന ഊതുന്നതിന് അസ്ലുണ്ട്. അല്ലാതെ അഫൂന്ന് ഓതിയാ പല്ല് പറഞ്ഞ വെളിയിരിക്കുന്നു. ഇശ്ഫി അർത്ഥം എന്താ? നീ ഷിഫിയാക്കുന്ന ഇതിലൊക്കെ അസ്ലുണ്ട്. അങ്ങനെ ഊതിയിട്ട് തല മുതൽ ഇങ്ങനെ കാലുവരെ തടവി വിടണം. ഫുള്ള് വിരല് വരെ. ഉറങ്ങുന്നതിന് മുമ്പൊക്കെ അങ്ങനെ ചെയ്യണം. എന്തെങ്കിലും ബുദ്ധിമുട്ടും ക്ഷീണമൊക്കെ വരുന്ന ആളുകൾ അവർ 5 വക്കത്ത് നിസ്കാരവും കഴിഞ്ഞ് ഔറാദുകളൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുന്നതിന് മുമ്പ്, മുസല്ലയിൽ എഴുന്നേക്കുന്നതിന് മുമ്പ് സഹോദരിമാരും സഹോദരങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കി. നല്ല നശാത്തത്ത്, എപ്പോഴും നല്ലൊരു ഉണർവുണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾക്ക് ബുദ്ധിമുട്ട് വന്നപ്പോൾ പരിശുദ്ധമായ ഖുർആൻ അവതരിച്ചത് ഈ 2 സൂക്തങ്ങളാണ്. സൂറത്തുൽ ഫലഖും നാസും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഓരോ ആയത്തങ്ങോട് ഓതുമ്പോൾ മാഷാ അല്ലാഹ് പ്രവാചകർക്ക് നല്ല ഉന്മേഷം വീണ്ടെടുത്തു എന്ന് എല്ലാ തഫ്സീറുകളിലും കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസമുണ്ടാക്കിയപ്പോൾ നബി തങ്ങൾക്ക് ഇറക്കപ്പെട്ടതാണ് ഈ 2 സൂക്തങ്ങൾ, സൂറത്തുൽ ഫലഖ്, നാസ്. അതിനോടൊപ്പം സൂറത്തുൽ ഇഖ്ലാസ്, അത് ഏറ്റവും ശ്രേഷ്ഠമാണല്ലോ. അപ്പോൾ ഫാത്തിഹ, ഖുൽ ഹുവല്ലാഹ്, ഖുൽ റബ്ബുൽ ഫലഖ്, നാസ് മുടങ്ങരുത്. രാവിലെ വൈകിട്ടൊക്കെ അങ്ങനെ ചെയ്താൽ തന്നെ നല്ല റാഹത്താ. പ്രായമൊന്നും ഒരു വിഷയമൊന്നുമില്ല. നല്ല ഒട്ടകാജിയെ പോലെ റാഹത്തായിട്ട് നടക്കാം. ഒരു കുഴപ്പമുണ്ടാവും. നല്ല സെറ്റായിട്ട് നടക്കാം. ആരോഗ്യമൊക്കെ ഉണ്ടാവും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മാരണം ചെയ്യുന്ന പരിപാടി അത് മുസ്ലിമിനെ ചേർന്നതല്ല. അത് അവന്റെ ഈമാൻ തെറ്റിപ്പോകും. സ്വന്തം സഹോദരങ്ങളെ, കുടുംബങ്ങളെ, ബന്ധുക്കളെ, നാട്ടുകാരെ, കൂട്ടുകാരെ, അയൽവാസികളെയൊക്കെ നശിപ്പിക്കുവാൻ വേണ്ടി ഇത്തരക്കാരായ ആളുകൾ ചെയ്യുന്നതാകുന്ന കൂടോത്രങ്ങൾ തീർച്ചയായും നിനക്കോ നിന്റെ കുടുംബത്തിൽപ്പെട്ടവർക്കോ നിന്റേതാകുന്ന ആശ്രിതർക്കോ നിന്റെ തലമുറകൾക്കോ അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരാതെ ഒരാളും മരിക്കില്ല. അതിന്റെ ഭവിഷ്യത്ത് വന്നു ചേരും. അത് ദുനിയാവിൽ തന്നെ കിട്ടും പണി. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതുകൊണ്ട് ആവശ്യമില്ലാത്ത പണിക്ക് നിൽക്കരുത്. അത് ചെയ്തു കൊടുക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ പിറകെ ഒന്നും നമ്മൾ ഓടാൻ പാടില്ല. നമ്മൾ മോമിനീങ്ങളാണ്. ഈമാൻ നഷ്ടപ്പെടുത്തി കളയരുത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഖത്ലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുവദിക്കാത്തതാകുന്ന ആത്മാക്കളെ ഈ ലോകത്ത് നിന്ന് കൊന്നു കളയുന്നതായ ആളുകളുണ്ട്. കൊലപാതകം നടത്തുന്നവരില്ലേ, അവർ ഏറ്റവും വലിയ വൻ പാപമാണ് ചെയ്യുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി. കൊലപാതകം വലിയ വിഷയമാണ്. കൊലപാതകം അപ്പൊ അധികരിച്ചു. എവിടെ നോക്കിയാലും രാഷ്ട്രീയപരമായി വല്ലാതെയൊക്കെ കൊലപാതകങ്ങൾ അധികരിച്ചു. അപ്പൊ അഫ്ഫാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ എത്ര പേരാണ് കൊന്നുകളത്? അവസാനം പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് പറഞ്ഞു, സാറൊന്ന് വിടുവാണെങ്കിൽ 2 പേരെ കൂടെ തീർക്കാനുണ്ട്, അരമണിക്കൂറിനുള്ളിൽ തീർത്തിട്ട് വരാം. അതാണ് അവസ്ഥ. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതായത് മനഃപൂർവ്വം കൊന്നയാന്ന്. അതാ പറഞ്ഞതിന്റെ അർത്ഥം. 3 രീതിയിൽ കൊലപാതകം നടക്കും. ഒന്ന് അംദൻ, മനഃപൂർവ്വം നിലയ്ക്കും. രണ്ടാമത് ശിബുഹു അംദ്, മനഃപൂർവ്വം അല്ല, അതിനോട് സാദൃശ്യമായ നിലയ്ക്ക് നടക്കും. ഉദാഹരണത്തിന് ഭാര്യയുമായി വഴക്കിട്ടു, ഭാര്യയ്ക്കിട്ടൊരു ഒറ്റ അടി കൊടുത്തു. അല്ലെങ്കിൽ ഭർത്താവിന്റെ ഭാര്യ ഒരു സാധനം വെച്ചടിച്ചു, പക്ഷെ മർമ്മത്തിട്ടാ കൊണ്ടത്. ചെയ്തത് അങ്ങോട്ട് കാര്യമായിട്ട് ചെയ്തതാ, പക്ഷെ മരിക്കുമെന്ന് കരുതിയില്ല. മനഃപൂർവ്വത്തോട് സാദൃശ്യമായ കൊലപാതകം. മൂന്നാമത്തത്, ഒരാൾ മുകളിൽ നിന്ന് താഴോട്ടിങ്ങോട്ട് മറിഞ്ഞു വീണു. താഴെ നിൽക്കുന്ന ഒരു കുഞ്ഞിന്റെ മേത്തോട്ടാണ് വീണത്. ആ കുഞ്ഞു മരിച്ചു. ഖത്ആന, പിഴവൻ നിലയ്ക്ക് സംഭവിച്ച, പിഴവായിട്ട് സംഭവിച്ചതാണ്. ഇങ്ങനെ 3 നിലയ്ക്ക് കൊലപാതകം നടക്കും. പക്ഷെ ഇപ്പൊ അൽഫാൻ വന്നത് എങ്ങനെയാ? അവൻ പരസ്യമായിട്ട് പറഞ്ഞത് നമ്മൾ തീർത്താന്ന്. അതുകൊണ്ടാണല്ലോ അവൻ വിഷം അടിച്ച് കഴുത്തൊക്കെ കെട്ടിയൊക്കെ എങ്ങനെയെങ്കിലൊക്കെ തീരാൻ നോക്കണം. പക്ഷെ പടച്ചവൻ തീർക്കുന്നില്ല. കണ്ടില്ല? കാരണം എന്താ? അങ്ങനെയുള്ളവർ ഇച്ചിരി ബുദ്ധിമുട്ടി പ്രയാസപ്പെട്ടവർ വെറുതെ ദുനിയാവിൽ നിന്ന് മരിക്കൂല. ഒരുപാട് ആളുകളുടെ ശാപം. ഈ വിവരം അറിഞ്ഞത് മുതൽ തിരുവനന്തപുരം ജില്ലയും മറ്റു പരിസരത്തുള്ള ജില്ലക്കാരും കേരളക്കാരും ഈ വിവരമൊക്കെ എത്തിയിട്ടുള്ള എല്ലാ മുഅ്മിനീങ്ങളുടെ ഹൃദയം നൊന്തു. എത്ര ഉമ്മമാരുടെ പ്രയാസപ്പെടുന്ന ദുആ അവനുണ്ടാവും. ആലോചിച്ചു നോക്കുക. എല്ലാവരും മാനസികമായിട്ട് വളരെ പ്രയാസപ്പെടും. സ്വാഭാവികമല്ല, എല്ലാവരും ദുആ ചെയ്യുന്നു പോകും.
അങ്ങനെ ആരുടെയൊക്കെ ദുആന്റെ ഫലമായിരിക്കും ഈ കൊലത്തിലൊക്കെ പോകുന്നത് എന്ന് മനസ്സിലാക്കുന്നു. ഏതോ ആയിക്കോട്ടെ, അള്ളാഹു പുറത്തു കൊടുക്കട്ടെ. മനുഷ്യനാണ്, സാഹചര്യങ്ങൾ കൊണ്ടും വിഷയങ്ങളൊക്കെ ഉണ്ടാകാം. വലിയ പാതകങ്ങൾ ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും പുറത്തു നസീബാക്കുമാറാവട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, അകാരണമായി അത്തരത്തിലുള്ള അള്ളാഹു കൊല്ലാൻ പാടില്ല എന്ന് നിഷിദ്ധമാക്കിയിട്ടുള്ള ജീവനുകളെ, ആത്മാക്കളെ കൊന്നുകളയുക എന്നുള്ളത് വൻ പാപത്തിന്റെ ലിസ്റ്റിൽപ്പെട്ടതാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. തീർന്നില്ല, നാലാമത്തത് 7 പാപങ്ങളാണ്. വാക്കിലൊരു പലിശയുമായി ബന്ധപ്പെട്ട ജീവിതമാണ്. പലിശ തിന്നൽ ഹറാമാണ്, നിഷിദ്ധമാണ്, വൻ പാപമാണ്. അല്ലാഹു മലക്കാക്കുമാറാവട്ടെ. ഉമ്മത്തിൽ വല്ലാതെ കൂടി വരുന്ന വിഷയമാണ് പലിശ. ഒക്കെ പറയണമെങ്കിൽ ഒരു ദിവസം തന്നെ അതിനെ കുറിച്ച് തന്നെ വേണം. അല്ലാഹു മലക്കാക്കട്ടെ. لا تأكلوا الربا أضعافا مضاعفة واتقوا الله لعلكم تفلحون. അടിക്കടി ഇരട്ടിക്കുന്നതാകുന്ന നിലക്കുള്ള ഈ പലിശയുമായിട്ടുള്ള ബന്ധം നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. പലിശ തിന്നരുത്, അത് നിങ്ങളെ നഷ്ടത്തിലേക്ക് കൊണ്ടെത്തിക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. യമഹഖുല്ലാഹു റിബാ വയുർബി സദഖാത്ത്. പലിശയുമായി ബന്ധപ്പെട്ട ജീവിതം നാശത്തിനാണ്. തകരാൻ അതിനേക്കാൾ വലിയ ബന്ധമില്ല എന്ന് വിശുദ്ധമായ ഖുർആൻ. എത്ര ആളുകളാണ് പലിശ ഒരു വിഷയമില്ലാതായി മാറി. സ്വർണം കൊണ്ടുപോയി പണയത്തിന് കൊടുത്തിട്ട് ആ പണയക്കാശുമായിട്ട് ഉംറയ്ക്ക് പോകുന്ന ആളുകളുണ്ട്. എത്ര നിഷിദ്ധമായ പണിവാണിയാണ്. സ്വർണം കൊണ്ടേ പണയം വെക്കാൻ, എന്നിട്ട് ആ പണയക്കാശായിട്ട് എങ്ങോട്ട് പോവാ? ഉംറയ്ക്ക് പോവാ. അസ്സലാമു അലൈക്കും. കാബയുടെ കില്ല പിടിക്കാൻ പോവാ. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. വിവരമില്ല, അറിവില്ല. അറിവുള്ളവരോട് ചോദിക്കൂ, അതുമില്ല. എല്ലാം എനിക്ക് അറിയാന്നുള്ള അർത്ഥത്തിൽ ഈ ഉമ്മത്ത് കാണിക്കുന്ന പരിപാടികളാണ്. ആരെ കൊണ്ടുപോയി സ്വർണം പണയം വെക്കാത്തത്? എത്ര ആളുകളാണ് ഇത്തരത്തിലുള്ളതാകുന്ന ചെയ്തികൾ ചെയ്യുന്നത് ഈ ഉമ്മത്തിൽ? നിഷിദ്ധമല്ലേ, ഹറാമല്ലേ? എവിടേക്കാണ് ഈ സമുദായം എത്തിപ്പെടുന്നത്? ആവശ്യത്തിന് പിന്നെ എന്ത് യൂസ്? ആ സ്വർണ്ണം വിൽക്കണം, അപ്പിന്നെ കുഴപ്പമില്ല. വിൽക്കൽ അനുവദനീയാണല്ലോ. വിറ്റിട്ട് ആ പൈസ അത് ഹലാലല്ലേ, എന്നിട്ട് കാര്യം നടത്തി അത് ചെയ്യൂല. അത് പറ്റില്ല, നമ്മുടെ സ്വർണ്ണമാണ്, തിരിച്ചെടുക്കണം. എവിടെ തിരിച്ചെടുക്കും? ഇത് ഹറാമാണ്. ഈ പരിപാടി, ഈ പണയം വെച്ചിട്ട് ആ പൈസ വാങ്ങുന്ന പരിപാടി നിഷിദ്ധമാണ്. ഈ ഉമ്മത്ത് അത് ചെയ്യാണ്, നിരുപാധികം നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണ്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. അനാഥകളുടെ സമ്പത്ത് തിന്നൽ നിഷിദ്ധമാണ്. യതീംഖാനകൾ നടത്തുന്നവരെ, യതീമീങ്ങളെ പ്രയാസപ്പെടുത്തരുത്. അവരുടെ സമ്പത്ത് നിങ്ങൾ കൊള്ളയടിക്കരുത്. ഹറാമായ തോതിലാണ് നിങ്ങൾ ഭക്ഷിക്കുന്നത് എങ്കിൽ ആഖിറത്തിൽ വലിയ ശിക്ഷ നിങ്ങൾ കേൾക്കുമെന്ന് അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. വൻ പാപമാണ്. തീർന്നില്ല. ആറാമതായി റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, യുദ്ധത്തിന് വേണ്ടി സൈന്യത്തിന്റെ മുന്നിൽ നിലകൊള്ളുമ്പോ സൈന്യത്തിന്റെ മുന്നിൽ നിന്ന് ഒളിച്ചോടുന്ന പ്രവണത പാടില്ല. നിങ്ങളെ വിശ്വസിച്ചുകൊണ്ട് ആളുകൾ ഇതാ നിങ്ങളോടൊപ്പം വന്നിട്ടുണ്ട്. ആ ആളുകളെ ഒറ്റക്കാക്കിയിട്ട് ഒളിച്ചോടുന്ന പ്രവണത, യുദ്ധമുഖത്ത് നിന്ന് തിരിഞ്ഞോടുന്ന പ്രവണത വൻ പാപമാണ്. തീർന്നില്ല. ഏഴാമത്തെ പാപമായി, വൻ പാപമായി അല്ലാഹുവിന്റെ റസൂൽ വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്, വഖഫുൽ മുഹ്സനാത്തിൽ മുഅ്മിനാത്തിൽ പതിവ്രതകളാകുന്ന സൂക്ഷ്മതയുള്ളതാകുന്ന മുസ്ലിം സഹോദരിമാരെ കുറിച്ച് അനാവശ്യ വർത്തമാനങ്ങൾ പറയല്ലേ, അപവാദ പ്രചരണം നടത്തല്ലേ. രാത്രി സമയത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി മഗ്‌രിബിന് സമയത്തൊന്ന് പുറത്തേക്ക് ഏതെങ്കിലും ഒരു കടയിലേക്ക് ഇറങ്ങുമ്പോ റോഡിലിരുന്നിട്ട് അവൾ ഇന്ന പണിയാണ് എന്ന് പറയുന്ന ശൈലി മുസ്ലിമിന് ചേർന്നതല്ല. വഖഫുൽ മുഹ്സിനാത്തിൽ മുഅ്മിനാത്തിൽ ഗാഫിലാത്ത്.
മുസ്ലിം സഹോദരിമാരെ കുറിച്ച് അപവാദം പറയുന്ന പരിപാടി നിർത്തിക്കോണം. അല്ലാഹുവിന്റെ റസൂലും പറയാം സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ അങ്ങനെയാണല്ലോ, നമ്മളങ്ങനെയാണല്ലോ. റോഡിൽ ഇങ്ങനെ ഇരിക്കും, ഒരു പെണ്ണം കൂടെ പോകുമ്പോ അറിയത്തില്ലേ സംഭവം മറ്റേതാട്ടോ കാണിച്ചെന്നാ മതി, സംഭവം കാശുണ്ടെങ്കിൽ ചെന്നാൽ റാഹത്തായിട്ട് കിട്ടും, നമുക്കറിയാം എല്ലാം അറിയാം എന്ന് പറഞ്ഞ അപവാദം പറയാ. ഏതെങ്കിലും ഒരു പെണ്ണിനെ കുറിച്ച് അങ്ങനെ കുറിച്ച് അപവാദം പറഞ്ഞാൽ സാക്ഷികളില്ലാതെ അത്തരത്തിലുള്ളതാകുന്ന പ്രവണതയുമായി നടക്കുന്ന പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങൾ പഠിച്ചു വെച്ചോ, മുസ്ലിം സഹോദരിമാരെ കുറിച്ചുള്ള അപവാദ പ്രചരണങ്ങൾ നീ നടത്തിയാൽ വൻ പാപത്തിന്റെ ലിസ്റ്റിലേക്ക് നീ എത്തിപ്പെടും. അതിനപ്പുറത്തേക്കൊന്നുമില്ല. അല്ലാഹു നമ്മളെ കാത്തു സംരക്ഷിക്കട്ടെ. വലിയ വിഷയമാണത്. അതുകൊണ്ട് നല്ലതുപോലെ മനസ്സിലാക്കിക്കോ. ഞാൻ തിരിച്ചു വരുന്നു. നമ്മൾക്ക് ബദർ മൗലിദ് അതുപോലെ തന്നെ മഹ്ദറത്തുൽ ബദരിയ നടക്കുന്നതായ മജ്ലിസ് കൂടിയാണല്ലോ. അതുകൊണ്ട് അതുകൂടി ഒന്ന് പറഞ്ഞിട്ട് നമുക്ക് നിർത്താം. പറയാണ്ട് ഇഷ്ടം പോലെ, സമയമില്ലാത്തതുകൊണ്ട് ചുരുക്കി പറയാം. അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. ബദരീങ്ങൾ ആരാണ്? നിസ്സാരക്കാരല്ല. ബദരീങ്ങളെ കുറിച്ച് പറയുമ്പോ നമ്മുടെയൊക്കെ രക്തം പരിപൂർണമായി തിളച്ചു വരണം. പരിശുദ്ധമാക്കപ്പെട്ട ഇസ്ലാമിന്റെ ധർമ്മസമരത്തിൽ രാപ്പകൽ അധ്വാനിച്ചതാകുന്ന മഹത്തുക്കളാകുന്ന വ്യക്തിത്വങ്ങളാണ് അസ്ഹാബുൽ ബദരീങ്ങൾ റളിയല്ലാഹു അൻഹും. ഉറക്കെ പറയൻ റളിയല്ലാഹു അൻഹു. അവരുടെ ക്യാപ്റ്റൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്തേക്ക് ജിബ്രീൽ അലൈഹിസ്സലാം വന്നുകൊണ്ട് നബി തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ മാ തഅദ്ദൂന അഹ്ല ബദരിൻ ഫീകും, നിങ്ങൾ അസ്ഹാബുൽ ബദരീങ്ങളെ ഏത് നിലയിലാണ് എണ്ണി കണക്കാക്കുന്നത്? ഏത് നിലയിലാണ് അവരെ നിങ്ങൾ കാണുന്നത്? فقال رسول الله صلى الله عليه وسلم, അല്ലാഹുവിന്റെ റസൂൽ അസ്ഹാബുൽ ബദരീങ്ങളെ കുറിച്ച് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാമിനോട് പറയുകയാണ്, ജിബ്രീലേ, മിൻ അഫ്ളലിൽ മുസ്ലിമീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠരായ വിഭാഗമായിട്ടാണ് ഞങ്ങൾ അസ്ഹാബുൽ ബദരീങ്ങളെ കാണുന്നത്. ഫഖാല ജിബ്രീൽ അലൈഹിസ്സലാം, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ജിബ്രീൽ എന്നോട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലേ, ഫകവാലിക മിമ്മൻ ശഹീദ ബദറ, അപ്രകാരം തന്നെയാണ് ബദറിൽ പങ്കെടുത്തതാകുന്ന മലക്കുകളെ കുറിച്ച് ഞങ്ങൾക്കുള്ള വാദവും അത് തന്നെയാണ് എന്ന് മഹത്തുക്കളാകുന്ന ബദരീങ്ങളെ കുറിച്ച് അതിൽ പങ്കെടുത്തതാകുന്ന മലായികത്തുകളെ കുറിച്ച് മഹാനാകുന്ന ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞുവെന്ന് നബിയുനാ റസൂലുള്ളാഹി. ബദറിൽ പങ്കെടുത്തു, ബദറിൽ മലക്കുകൾ ഇറങ്ങി 5000, അവർ കൊണ്ട് വാളുകൾ പിന്നിലായി ഒരു ബദറിലിറങ്ങിയതാകുന്ന മലക്കുകൾ മോമിനീങ്ങളാകുന്ന സ്വഹാബത്തെ കിറാമിന് എത്രത്തോളം ശ്രേഷ്ഠതയുണ്ടോ, ബദറിൽ പങ്കെടുത്തവർക്ക് മഹത്വമുണ്ടോ മോമിനീങ്ങളിൽ നിന്ന്, അതേപോലെ കോടാനുകൂടി മലായിക്കത്തുകളിൽ നിന്ന് വലിയ ശ്രേഷ്ഠത ബദറിൽ പങ്കെടുത്ത മലക്കുകൾക്ക് കൊടുത്തിട്ടുണ്ട് എന്ന് സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം. എന്ന് പറഞ്ഞാൽ മോമിനീങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠതയുള്ള വിഭാഗമാണ് ആര്? അസ്ഹാബുൽ ബദരീങ്ങൾ. ഇത് ഹദീസാണ്, ഇത് ആർക്കും തള്ളിക്കളയാൻ പറ്റൂല. ഏതെങ്കിലും വിദേഹത്തിന്റെ ആളുകൾ തീമുകാർ പറയുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ ഇരിക്കാം നമുക്ക്. ഇതൊന്നും ഖുർആനില്ല, ഹദീസില്ല എന്ന് പറഞ്ഞാൽ വെറുതെ പറയുന്ന വിഷയമല്ലല്ലോ, വാറവലുകൾ ഉന്നയിക്കുമല്ല. അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ ആദർശമാണ് ഈ പറയുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ട മുസ്ലിം സഹോദര സഹോദരിമാർ മനസ്സിലാക്കിക്കോ, നിങ്ങൾ പിടിച്ചിട്ടുള്ളത് യഥാർത്ഥമാകുന്ന പിടുത്തമാണ്. അസ്ഹാബുൽ ബദരീങ്ങൾ നമ്മുടെ സ്വർഗ്ഗത്തിലേക്ക് എത്തിക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർ ഈമാൻ വരണം, യഖീൻ വരണം. കാരണം മുഅ്മിനീങ്ങൾ ഇനി പിടിക്കാൻ വേറെ ആരില്ല, ഏറ്റവും ശ്രേഷ്ഠരാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പോഴാണ് ബഹുമാനപ്പെട്ട ജിബ്രീൽ അലൈഹിസ്സലാം മലക്കുകളുടെ ക്യാപ്റ്റനാണ്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളും അങ്ങനെ ബദറിൽ മുഅ്മിനീങ്ങളാകുന്ന സ്വഹാബത്തിനെ സഹായിക്കാൻ വേണ്ടി ഇറങ്ങി വന്നതാകുന്ന മലായിക്കത്തുകൾ, അവർ കോടാനുകോടി മലായിക്കത്തുകൾ വെച്ച് ഏറ്റവും ശ്രേഷ്ഠർ അവരാണ്. ഞങ്ങൾ അക്കൂട്ടരെ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. ആലോചിച്ചു നോക്ക്, ബദറിൽ ഇറങ്ങിയവർക്ക് അത്രയേറെ പവിത്രതയാണ്, മഹത്വമാണ്.
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലയോ, അല്ലാഹുവിന്റെ റസൂൽ ബഹുമാനപ്പെട്ടതാകുന്ന അലി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ബഹുമാനപ്പെട്ട സുബൈർ റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്, ബഹുമാനപ്പെട്ട മിഖ്ദാദ് ബിൻ അസ്വദ് റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. മൂന്നുപേരെയും വിളിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണേ. മക്കയിലേക്കുള്ള വഴിയിൽ ഹാഖ് എന്ന് പറയുന്ന ഒരു തോട്ടത്തിൽ ഒരു വൃദ്ധ ഇരിപ്പുണ്ട്. അവരുടെ കൈവശം അതാ ഒരു കത്തുണ്ട്. ആ കത്ത് നിങ്ങൾ വാങ്ങിക്കൊണ്ട് വരണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. മൂന്ന് പേരെയാണ് അതിന് ചുമതലപ്പെടുത്തുന്നത്. ഒന്ന് മരുമകനായ അലി റളിയല്ലാഹു അൻഹു, മിടുക്കനാണല്ലോ. രണ്ടാമത്തത് മഹാനാകുന്ന സുബൈർ റളിയല്ലാഹു അൻഹു, മൂന്നാമത്തത് മിഖ്ദാദ് റളിയല്ലാഹു അൻഹു. ഈ മൂന്നുപേരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ പോണം, മക്കത്തേക്കുള്ള വഴിയിൽ ഹാഖ് എന്ന് പറയുന്ന ഒരു തോട്ടമുണ്ട്. ആ തോട്ടത്തിൽ നിങ്ങൾ ചെല്ലുമ്പോഴത്തേക്ക് ആ തോട്ടത്തിൽ ആ സ്ത്രീ ഉണ്ടാവും, ഒരു പടുവൃത്തിയായ ഒരു പെണ്ണ് അവിടെ ഇരിപ്പുണ്ടാവും. ആ പെണ്ണിന്റെ കയ്യിൽ ഒരു കത്തുണ്ടാവും. ആ കത്ത് വാങ്ങിച്ചോണ്ട് വരണം. സയ്യിദുനാ റസൂലുള്ളാഹി, അദൃശ്യമറിയുന്ന പ്രവാചകൻ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അദൃശ്യമറിയുന്ന വ്യക്തിയാണ്. ആവശ്യാനുസരണം അദൃശ്യമറിയുന്ന വ്യക്തിയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞപ്പോ അലി റളിയല്ലാഹു അൻഹുവും സുബൈർ റളിയല്ലാഹു അൻഹു മിഖ്ദാദ് റളിയല്ലാഹു അൻഹു മൂവരും യാത്ര തിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എന്ന് പറയുന്ന തോട്ടത്തിലുള്ളവർ എത്തിയപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതുപോലെ തന്നെ പുലരുന്ന പ്രവചനം നടക്കുകയാണ്. ആ പടുപുറത്ത് അവിടെ തന്നെയുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചെന്നിട്ട് പറയുകയാണ്, എനിക്ക് ആ കത്ത് ഒന്ന് തരുമോ? ആ കത്തിങ്ങോട്ട് എടുക്കും. അപ്പൊ തള്ള പറഞ്ഞ കത്തൊന്നും നമ്മുടെ കയ്യിലില്ല. ഏത് കത്ത്? കത്തും കുത്തൊന്നും നമ്മുടെ കയ്യിലില്ല. പെണ്ണ് കളവ് പറയാ. അപ്പൊ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, കളിതമാശയൊക്കെ അവിടെ നിൽക്കട്ടെ, കത്തിങ്ങെടുക്ക്. കാരണം ഇത് പറഞ്ഞു വിട്ടതാരാ? ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പെണ്ണാകെ ഞെട്ടി. കാരണം കത്ത് ഒരു മനുഷ്യൻ പോലും കാണാതെ മുടിയിഴകിൽ ഒളിപ്പിച്ചു വെച്ച് രഹസ്യമായ മക്കയിലേക്ക് കൊണ്ടുപോവാൻ, കുഫാറിന്റെ അടുക്കലേക്ക് മദീനയിൽ നിന്നുള്ള ചില രഹസ്യ വിവരങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട്. അതവിടെ കൈമാറ്റം ചെയ്യാൻ, അതാണ് കൈയോടെ പിടികൂടുന്നത്. എങ്ങനെ ഇവരിവിടെ ഉണ്ടെന്നനുസരിച്ച് ഹബീബ് മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ട് വരികയാണ്. അലി റളിയല്ലാഹു അൻഹു അവസാനം അറ്റ കൈക്ക് പറഞ്ഞു, പെണ്ണെ മര്യാദയ്ക്ക് സാധനങ്ങൾ എടുക്കുക, ഇല്ലെങ്കിൽ തുണി അഴിച്ചിട്ടാണെങ്കിലും സംഭവം കൊണ്ടുപോകും എന്ന് പറഞ്ഞു. പേടിപ്പിച്ച്. അങ്ങനെ ചെയ്യാനല്ല, പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. പഴയ കാലത്തെ പെണ്ണുങ്ങൾക്ക് അഭിമാനത്തിന് ഭയങ്കര ശതം വരുമെന്ന് പേടിയുള്ള, തുണി അഴിക്കുമെന്ന് വെക്കുമ്പോ പേടിയാ. ഇന്നത്തെ ആണെങ്കിൽ അഴിച്ചിട്ടെടുത്തോ അജിയാരെ എന്ന് പറഞ്ഞാൽ അല്ലാഹു മുളക്കാക്കണം. പണ്ടത്തെ അവർക്ക് പേടിയാണ്, തുണി അഴിക്കാന്ന് പറഞ്ഞാൽ ആകെ പേടിയാണ്. ഇന്നിപ്പോ അഴിക്കാനൊന്നുമില്ല, ഓൾറെഡി അഴിച്ചിട്ടാ ഉള്ളത്. അല്ലാഹു നമ്മളെ കാത്ത് സംരക്ഷിക്കട്ടെ. ഏതുമായിക്കോട്ടെ, ഇത് പറഞ്ഞപ്പോഴത്തേക്കും ഇവര് പേടിച്ച് ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിലുണ്ട്, ഈ പെണ്ണ് മുടിക്കെട്ടിൽ നിന്ന് വേഗം തന്നെ ഈ കത്തെടുത്ത് കൊടുത്തു. സുബ്ഹാനല്ലാഹ്, കത്ത് പൊട്ടിക്കാൻ പറ്റും, മറ്റൊരാൾക്കുള്ള കത്ത് അവിടെ നിന്ന് പൊട്ടിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ഈ കത്തുമായിട്ട് എങ്ങോട്ട് വേണ്ടി ഇതിന്റെ വിധങ്ങൾ പറഞ്ഞിട്ടുള്ള ഇത് കൊണ്ടുവരണം. നേരെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹളറത്തിൽ ഹാളിറാക്കി. നബി പറഞ്ഞു, പൊട്ടിക്ക് വായിക്ക. എല്ലാരും വന്ന് നിൽപ്പുണ്ട്. സുബ്ഹാനല്ലാഹ്, കത്ത് നോക്കുമ്പോൾ മഹാനാകുന്ന ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ബദറിൽ പങ്കെടുത്ത സഹാബി വര്യനാണ് എഴുതിയിട്ടുള്ള കത്താണ്. അദ്ദേഹം കത്തിനുള്ളിൽ മക്കക്കാരായ ആളുകളിലേക്ക് മദീനയിലുള്ള പ്രവാചകന്റെ ചില രഹസ്യവിവരങ്ങൾ കൂടി എഴുതി ആ കത്തിനുള്ളിൽ അടക്കം ചെയ്തിട്ടാണ് ഈ പെണ്ണിന്റെ കൈവശം കൊടുത്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ചാരപ്പണിയാണ് നടത്തിയിട്ടുള്ളത്. തലപോകുന്ന കേസാണ്. കാരണം മദീനയിലെ രഹസ്യമായ കാര്യങ്ങളൊക്കെ അങ്ങോട്ട് കടത്തിവിട്ടേക്കാ. വിട്ടതാരാ? ഹാത്തിം ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു, സ്വഹാബിയാണ്. അതും ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത സ്വഹാബിയാണ്. അല്ലാഹു മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ.
കേസ് വലിയ വിഷയമായി. വിവരം അറിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അടക്കമുള്ളവർ സദസ്സിൽ വന്നെത്തി. സ്വഹാബത്തുണ്ട്, അബൂബക്കർ സിദ്ദീഖ് തങ്ങളുണ്ട്, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുണ്ട്, അലിയാർ തങ്ങളുണ്ട്, സ്വഹാബത്തുൽ പ്രമുഖരായ മഹൽ വ്യക്തിത്വങ്ങളുണ്ട്, മഹാനാകുന്ന അലി റളിയല്ലാഹു അൻഹു അടക്കമുള്ള എല്ലാ മഹത്തുക്കളുമുണ്ട്. അപ്പോഴാണ് ഹാത്തിബ് ഇബ്നു അബീ ബൽതഅ റളിയല്ലാഹു അൻഹു ആ സദസ്സിലേക്ക് ഹാജരാക്കുന്നത്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പിടിച്ച വാളുമായിട്ട് കടന്നു വരുകയാണ്. അല്ലാഹുവിന്റെ റസൂലേ, അവനെ എനിക്ക് വിട്ടുതരുമോ നബിയേ? ദഉഹു അദ്രിബു ഉനുഖഹു യാ റസൂലല്ലാഹ്. തങ്ങളെ കുറിച്ചുള്ള രഹസ്യവിവരങ്ങൾ മുഴുവനും മക്കക്കാർക്ക്, മക്കയിലെ മുശ്രിക്കീങ്ങൾക്ക് കൈമാറുന്ന ഈ മുനാഫിക്കിന്റെ കഴുത്ത് ഞാൻ അങ്ങ് വെട്ടട്ടെ റസൂലേ. അദ്രിബു ഹാദൽ മുനാഫിഖ് യാ റസൂലല്ലാഹ്. ഈമാനില്ലാത്ത പ്രവണതയല്ലേ ഇവൻ ചെയ്തത്? മുനാഫിക്കിന്റെ ലക്ഷണമല്ലേ ഇത്? പ്രവാചകന്നതാകുന്ന രഹസ്യവിവരങ്ങൾ മക്കക്കാർക്ക് കൈമാറുകയല്ലേ? ഇതങ്ങോട്ട് പറഞ്ഞുകൊണ്ട് ഉരുപ്പിടിച്ച് വാളമായി രംഗപ്രവേശനം ചെയ്ത ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കൈക്ക് പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ചെയ്യരുത് ഉമറേ. ആരാണ് ഈ നിൽക്കുന്നതെന്നറിയോ? ഇത് ഹാത്തിമാണ്. അബീ ബൽതഅ റളിയല്ലാഹു അൻഹു അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. ബദറിൽ പങ്കെടുത്ത വ്യക്തിയെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്, ഉമറേ നിനക്കറിയില്ലേ? യഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫറല്ലാഹു ലക്കും. നിങ്ങൾ ഇഷ്ടമുള്ളത് ചെയ്തു കൊള്ളണേ, നിങ്ങൾക്ക് ഞാൻ സർവ്വതും പുറത്തു തന്നിരിക്കുന്നു എന്ന് അല്ലാഹു തന്നെ പറഞ്ഞതാണ്. അസ്ഹാബിൽ പങ്കെടുത്തതാകുന്ന ബദറിൽ പങ്കെടുത്ത ഫസ്റ്റ് ക്ലാസ് മുസ്ലിമായ ഈ ഹാത്തിമിന്റെ മേൽ കൈവെക്കാറ് എന്നോടാണ് ഉമറേ നിനക്ക് മനസ്സ് വന്നത്? ആര് നിനക്ക് ഉമറേ എന്ന് പറഞ്ഞ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കൈക്ക് പിടിച്ചുകൊണ്ട് റസൂലുള്ളാഹി മാറ്റിയെങ്കിൽ അസ്ഹാബുൽ ബദറിൽ പങ്കെടുത്തതാകുന്ന സ്വഹാബത്തിന്റെ മഹത്വം എത്ര വലുതാണ്. പഠിച്ചു വെക്കണേ പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. ബദരീങ്ങളെ കുറിച്ച് സ്മരിക്കാൻ ഇതിനേക്കാൾ വലിയ ചർച്ചയില്ല, ഇതിനേക്കാൾ മഹത്തരമാകുന്ന ഒരു ചർച്ചയില്ല, ഇതിനേക്കാൾ മഹത്തരമാകുന്ന ഒരു ചരിത്രമില്ല. കാരണം ലോക മനുഷ്യരിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ എന്തും ചെയ്തു നിങ്ങൾക്ക് ഞാൻ പുറത്തു തരുമെന്ന് പറഞ്ഞിട്ടുള്ളത് ഒരേ ഒരു ഭാഗമാണ്. ഹുമുൽ ജിബാലു വലാ ഹുമുൽ ജിബാലു വലാ في همتي بل سادة كبرى. അത് സഹാബിൽ ബദരീങ്ങളാണ്. അവർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിൽ അവർ എന്തെല്ലാം ചെയ്താലും അവർക്ക് പുറത്തു കൊടുക്കാൻ അല്ലാഹു തയ്യാറായി നിൽക്കുകയാണ്. അതുകൊണ്ട് ഹാത്തിം ബിൻ അബീ ബൽതഅയെ കുറിച്ച് നീ ഒന്നും പറയണ്ട ഉമറേ. കാരണം അദ്ദേഹം ബദറിൽ പങ്കെടുത്ത വ്യക്തിയാണ്. അദ്ദേഹത്തെ നമ്മൾ ചോദ്യം ചെയ്യാൻ നമുക്ക് അവകാശമില്ല. ഹാത്തിമിനോട് ചോദിച്ചു, എന്താ ഹാത്തിം അങ്ങനെ ചെയ്തത്? അപ്പൊ ഹാത്തിം ബിൻ അബീ ബൽതഅ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, ഞാൻ ഒരിക്കലും ഒരു മുനാഫിക്കോ കപട വിശ്വാസിയല്ല. വിഷയം പറഞ്ഞു കൊടുത്തു. ചോദിക്കണം, നിങ്ങളെല്ലാവരും മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. നിങ്ങൾക്കൊക്കെ അവിടെ കുടുംബവും ആൾക്കാരും ഒക്കെ ഉണ്ട്. എനിക്ക് അവിടെ കുടുംബമുണ്ട്, പക്ഷെ എനിക്ക് ആൾക്കാരും ബന്ധുതകളൊന്നുമില്ല. അപ്പൊ എന്റെ കുടുംബക്കാർക്ക് ഒരു സംരക്ഷണം കിട്ടാൻ ഞാൻ ഇവിടുന്ന് ഈ കത്തിങ്ങനെ ഈ പെണ്ണിന്റെ ഈ കൊടുത്തു വിടുമ്പോ മക്കയിലെ മുശ്രിക്കീങ്ങൾ പറയും, അത് ഹാത്തിമിന്റെ സംഭവങ്ങളും അവന്റെ കുടുംബക്കാരും ഒക്കെ അവരെ വെറുതെ വിട്ടേക്ക് എന്ന് പറഞ്ഞ് അവർക്കിടയിൽ ഒരു സ്ഥാനം കിട്ടാൻ വേണ്ടി ഞാൻ ഒരു ഹെക്മത്ത് ചെയ്തതാണ്. അത് ഇത്ര വലിയ അപകടം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയില്ല. അല്ലാതെ ഒരിക്കലും എന്റെ മനസ്സിൽ തങ്ങളോട് ഒരു വെറുപ്പോ വിദ്വേഷമോ ഒരു ഈമാനിന്റെ അല്പം പോലും എനിക്ക് ലാഞ്ചന മാറിയിട്ടില്ല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ ഇപ്പോ എങ്ങനെ ഇരിക്കുന്നില്ലേ? നിനക്കറിയില്ലേ? ഫലഅല്ലല്ലാഹു ഖദ് ഇത്തല അലാ അഹ്ലി ബദരി യഅമലൂ മാ ശിഅ്തും ഫഖദ് ഗഫറല്ലാഹു. അല്ലാഹു പറഞ്ഞത് എന്താ? നിങ്ങൾ എന്തും ചെയ്തോ, നിങ്ങൾക്ക് അല്ലാഹു പുറത്തു തരുമെന്ന് ലോകത്ത് ഒരേ ഒരു കൂട്ടരോടാണ് അല്ലാഹു പറഞ്ഞിട്ടുള്ളത്. അത് അസ്ഹാബുൽ ബദരീങ്ങളാണ്. ബദറിൽ പങ്കെടുത്ത മഹത്തുക്കളാണ്. അവർക്കുള്ള സ്ഥാനം പോലെ മുഅ്മിനീങ്ങൾക്ക് മറ്റാർക്കുമില്ല. അവരുടെ ക്യാപ്റ്റനാണ് ആര്? മുഹമ്മദുൻ സയ്യിദുൽ കൗനൈനി വഫഖലൈനി വൽ ഫരീഖൈനി
من عرب ومن عجم مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم. അവരുടെ ക്യാപ്റ്റനാണ് ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ പ്രവാചകർ ഉൾപ്പെടെയുള്ള അസ്ഹാബുൽ ബദരീങ്ങളുടെ നീരസം വെക്കരുത്. അത് ഈമാൻ തെറ്റിപ്പോകുന്ന കാര്യമാണ്. ഇന്നും വിദേഹത്തുകാർക്ക് ബദരീങ്ങളെ അനുസരണം നിൽക്കുമ്പോൾ എപ്രാളാണ്. കാരണം എന്താ? ഈമാൻ തെറ്റിയിട്ടുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ വന്നത്. അല്ലാഹു നമ്മളെ കാക്കട്ടെ. എല്ലാ ദിവസവും ബദരിയത്ത് ഓതിയാൽ അവരുടെ തണലുണ്ടാകും, അവരുടെ പൊരുത്തമുണ്ടാകും, അവരുടെ ഹിഫ്ള് ഉണ്ടാകും, ഹിമായത്ത് ഉണ്ടാകും. നല്ല ദിവസത്തിലെ മരിക്കും. ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ തഅലവ ഉസ്താദ് എന്റെ ഉമ്മയുടെ ഉപ്പയാണ്. അവരിൽ നിന്ന് ാകുന്ന സഹാബുൽ ബദരീങ്ങളുടെ ഇജാസത്ത് ഉസ്താദാകുന്ന അഹമ്മദ് കോയ മൗലവി പ്രായം ചെന്ന മനുഷ്യൻ അദ്ദേഹം അത് വാങ്ങി എല്ലാ ദിവസവും ചൊല്ലും. സഹാബുൽ ബദരീങ്ങൾ ചൊല്ലും, ബദരീയത്തിന്റെ ഇജാസത്തും കൊടുക്കും, ബദരീയത്ത് സ്ഥാപിക്കും. അങ്ങനെ ചൊല്ലിക്കൊണ്ടിരുന്നു. 19ാമത്തെ വയസ്സിൽ തലവ എന്ന് പറയുന്നതാകുന്ന കുഗ്രാമത്തിലേക്ക് അദ്ദേഹത്തെ കൊണ്ടുവന്ന് ബഹുമാനപ്പെട്ട തലവ ഉസ്താദ് ആ പള്ളിയിലെ ഖതീബായി നിശ്ചയിക്കാൻ, നീ ഇവിടുത്തെ ഖുതുബ ഓതി പള്ളിയിൽ ഇമാമത്ത് നിർവഹിച്ചു നിന്നോ, നിനക്ക് വേണ്ടതൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവരെ നിർത്തി. 10-60 കൊല്ലം ആ പള്ളിക്ക് അദ്ദേഹം സേവനം ചെയ്തു. വേറെ ഒരു പള്ളിയിലും പോയിട്ടില്ല. ബഹുമാനപ്പെട്ട തഅലവ ഉസ്താദ് വാത് കഴിഞ്ഞ് നാട്ടിലെത്തുമ്പോൾ കിതാബ് വായിക്കാൻ പറയും. ഹറഫുകളില്ലാത്ത ഇറാബില്ലാത്ത കിതാബ് അദ്ദേഹം വായിക്കും. അദ്ദേഹം ഇങ്ങനെ അർത്ഥം വെച്ചു കൊടുക്കുന്ന തഅലവ ഉസ്താദ് അറിവുകളുടെ വിജ്ഞാനത്തിന്റെ ശാഖോപശാഖകൾ അങ്ങനെ പഠിച്ചു തീർത്തു. ഖുർആൻ പഠിച്ചു, തഫ്സീർ പഠിച്ചു, ഹദീസ് പഠിച്ചു, നിദാന ശാസ്ത്രങ്ങൾ പഠിച്ചു, തർക്കശാസ്ത്രം പഠിച്ചു, എല്ലാം പഠിച്ചു. കൃത്യമായി ആ പള്ളിയിൽ സേവനം ചെയ്തു. സദർ ഉസ്താദ് എന്ന നാമധേയത്തിൽ ആ നാട്ടുകാർക്കുള്ളിൽ സുപ്രസിദ്ധനായി. സഹോദരങ്ങളെ, അവസാനം ബദരിയത്ത് ഓതി 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 ബദരീങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് അദ്ദേഹം വഫാത്താകുന്നത്, ഈ സദർ ഉസ്താദ് മരിക്കുന്നത് പരിശുദ്ധമായ റമളാനിന്റെ 17ാം രാവിൽ ആ തറാവീഹ് നമസ്കാരം കഴിഞ്ഞിട്ട് ആളുകൾ സലാം വിട്ടുന്ന സമയത്ത് അനൗൺസ്മെന്റ് വരികയാണ്, ബഹുമാനപ്പെട്ടവർ വഫാത്തായി. അല്ലാഹു കബൂലാക്കുമാറാവട്ടെ. ആണ് മനസ്സിലാക്കണം. ഒരു മനുഷ്യൻ എന്തിനോട് ഇഷ്ടപ്പെട്ടാൽ അങ്ങനെയാണ് തഹിത്തിര. അൽ മർഉ മഅമൻ അഹബ്ബ ഹബീബ് മുഹമ്മദ് മുസ്തഫ.